ഇന്ന് വിപുലീകരണ ഉദ്ഘാടനം അത് നിർവഹിക്കുന്നത് പ്രശസ്ത വയലിനിസ്റ്റായ പെപ്പേണ്ണൻ്റെ കൂടെ നിരവധി വേദികൾ പങ്കിട്ടിട്ടുള്ള ആരാധ്യനായ പ്രൊഫസർ എസ് ഈശ്വരവർമ്മ. സംഗീത വിഭാഗം കൈകാര്യം ചെയ്യുന്നത്
രമാദേവിയാണ്. വളരെ വർഷങ്ങളായി നമ്മുടെ ഒപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വളരെ ശുഷ്കാവസ്ഥയിലേക്ക് സ്ഥാപനം പോയപ്പോഴും ഉയർന്ന നിലയിൽ നിന്നപ്പോഴും ഒക്കെ ഇപ്പോൾ രമാദേവിയാണ് തുടർന്നും സംഗീത വിഭാഗം കൈകാര്യം ചെയ്യുന്നത്. വയലിൻ കൈകാര്യം ചെയ്യുന്നത് പുതിയ അധ്യാപികയായ ഭുവന ശ്രീരാഗാണ്. ഭുവന ശ്രീരാഗിനെ നമ്മൾ ഇനി അടുത്ത സ്റ്റേജിൽ കാണുകയാണ്. അവരുടെ വയലിനിസ്റ്റും വോക്കലിസ്റ്റുമാണ്. പിന്നെ മൃദംഗത്തിന് നേതൃത്വം നൽകുന്നത് ശ്രീരാഗ് മുതുകുളം. ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. പ്രശസ്ത ചിത്രകാരനായ ശ്രീ പാർത്ഥസാരഥി വർമ്മ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ചിത്രകലാ വിഭാഗം നടന്നു പോകുന്നത്. അപ്പോ ഈ അമരക്കാർക്ക് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു. ഇവരുടെ നേതൃത്വത്തിൽ വിദ്യാലയം ഉത്തരോത്തരം ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് ഗുരുവായൂരപ്പനോടും കലാദേവിയോടും അണ്ണന്റെ ആത്മാവിനോടും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. നമ്മുടെ ക്ഷണിക്കപ്പെട്ട അതിഥികൾ പലരും എത്തിയിട്ടുണ്ട്. ഡോക്ടർ വർഗീസ് പോത്തൻ നാട്ടിലെ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. നമ്മുടെ പല പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്നതാണ്. അദ്ദേഹം അവിടെയുണ്ട്. അങ്ങനെ ഈ എത്തിച്ചേർന്നിരിക്കുന്ന പല കുടുംബാംഗങ്ങളിൽ നിന്ന് കിളിമാനൂർ, ഹരിപ്പാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ എത്തി. ശ്രീനായകം ആനന്ദ പദ്മനാഭം ആശ്രയേ ആദിമധ്യാന്തരഹിതം അഖില പദ്മനാഭം ആശ്രയേ ഘനനയദേശിക തിലകം ഹാസൂരം ഹരികേശവിഹിതം ആനന്ദരൂപം ആനന്ദ പദ്മനാഭം ആശ്രയേ പരിമളമൃഗമദ തിലകം ഭാസുരം ഗാന കലാമൃതം ദായകം സദതം ആനന്ദ പദ്മനാഭം ആശ്രയേ ആദിമധ്യാന്തരഹിതം അഖില ബലദായകം ശ്രീനായകം ആനന്ദ പദ്മനാഭം ആശ്രയേ. സുലേഖാവർമ്മയുടെ വയലിൻ കച്ചേരി വളരെ ആസ്വാദ്യകരമായിരുന്നു. അതിനുശേഷം അടുത്ത പരിപാടിയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രൊഫസർ ഈശ്വരവർമ്മ ഇത് ഔപചാരികമായിട്ടൊരു ഉദ്ഘാടനം നടത്തുന്നതാണ്. അതിന് അദ്ദേഹത്തെ ക്ഷണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വോക്കൽ പാട്ട് കച്ചേരി അതും 11:30 നമ്മൾ സമയമൊക്കെ വളരെ കൃത്യമായിട്ട് പോകുന്നുണ്ട്. 11:30 തുടങ്ങി 1 മണി വരെയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ പാട്ട് കച്ചേരി എല്ലാവരും ആസ്വദിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. പ്രൊഫസർ ഈശ്വര സാറിനെ ക്ഷണിക്കുകയും ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന ഗുരുജനങ്ങളെ, സംഗീത ആസ്വാദകരെ, കുടുംബാംഗങ്ങളെ, കലാസ്നേഹികളെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ശ്രീ മാവേലിക്കര ആർ പ്രഭാകരവർമ്മ സാർ അദ്ദേഹത്തിൻ്റെ അനുസ്മരണ യോഗവും
ഈ സ്കൂളിൻ്റെ ഉദ്ഘാടന കർമ്മവും ഇന്ന് 2 കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. ഇത് രണ്ടും നിർവഹിക്കുന്നതിന് എൻ്റെ അർഹത എന്താണെന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് പറയാനുള്ളത് അത് ഗുരുനാഥന്മാരുടെ അനുഗ്രഹം എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഞാൻ എൻ്റെ ഗുരുതുല്യനായ പ്രഭാകരവർമ്മ സാറിൻ്റെ ധാരാളം സംഗീത സദസ്സുകൾക്കും ഇവിടെ തന്നെ കച്ചേരികൾക്ക് വയലും വായിക്കാനുള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. അതുതന്നെയാണ് എൻ്റെ ഒരു വലിയ അർഹതയായിട്ട് ഞാൻ കാണുന്നത്. ഇന്ന് ഈ വേദിയിൽ ഒരു സംഗീത സദസ്സ് എന്ന് പറഞ്ഞാൽ ആസ്വാദകരുടെ എണ്ണമല്ല, ആസ്വാദകരുടെ ക്വാളിറ്റിയാണ് ഏറ്റവും നോക്കേണ്ടത്. ഇന്ന് ഇവിടെ 1 മണിക്കൂർ നടന്ന വയലിൻ കച്ചേരി എനിക്കറിയാം. ഞാൻ ഗുരുതുല്യൻ സ്നേഹിക്കുന്ന നെടുമങ്ങാട് ശിവാനന്ദ സാറിൻ്റെ പ്രധാന ശിഷ്യയും ഒരുപാട് വർഷമായി പഠിക്കുന്നതും. എന്നാൽ അമേച്ചർ ആർട്ടിസ്റ്റാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത് വയലിൻ കേൾക്കുമ്പോൾ ഒരു പ്രൊഫഷണൽ വയലിനിസ്റ്റിൻ്റെ എല്ലാ ഗമയും ഉണ്ടായിരുന്നു. ആദ്യം തന്നെ പറഞ്ഞു. അതുപോലെ ഇത്രയും 10-15 വർഷക്കാലം ഈ സ്കൂൾ ഇവിടെ വളരെ നല്ല വിധത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സംഗീത സ്കൂൾ ഇതുപോലെ കലാമേഖലയിലുള്ള സ്ഥാപനങ്ങളൊക്കെ കഴിഞ്ഞ കൊറോണ കാലം കൊണ്ട് വളരെ അധപ്പതനം പറയാം, ആ ഒരു നിലയിലായിരുന്നു. ഇപ്പോൾ വളരെ വ്യത്യാസപ്പെട്ട് എല്ലാവരെയും കഠിനമായ പ്രവർത്തന ശൈലി കൊണ്ട് വളരെ ഡെവലപ്മെൻറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ സ്കൂള് ഇവിടെ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വളരെ നല്ല വിധത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരും ആവശ്യമാണ്. കാരണം കേരളത്തിൻ്റെ കർണാടക സംഗീത ലോകത്ത് പ്രാധാന്യം എടുക്കുമ്പോൾ മാവേലിക്കന് 2ാം സ്ഥാനമാണുള്ളത്. അപ്പോൾ ചോദിക്കും 1ാം സ്ഥാനം എളുപ്പമായിരുന്നു. 1ാം സ്ഥാനം പാലക്കാട് ജില്ലയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ മുതൽ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, എം.ഡി. രാമനാഥ സാർ, കെ.വി. നാരായണസ്വാമി സാർ, കെ.എസ്. നാരായണസ്വാമി സാർ, ഇതുപോലെ ഒരുപാട് നമ്മളെ അറിയാൻ വയ്യാത്ത എന്തോ മഹാനുഭാവനും അന്തരിക്ക് വന്ദനം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരുപാട് കലാകാരന്മാരും സംഗീതജ്ഞരും. കൂടാതെ മൃദംഗ വിഭാഗത്തിന് പാലക്കാട് മണികർ, പാലക്കാട് രഘുസ്വാമി, പാലക്കാട് രാജാമണി, പാലക്കാട് C.S. കൃഷ്ണമൂർത്തി, പാലക്കാട് സുബ്ബയ്യ, ഇങ്ങനെ ഒരുപാട് പേരെ സമ്മാനിച്ച ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല. അപ്പോൾ കർണാടക സംഗീത ലോകത്ത് തീർച്ചയായിട്ടും 1ാം സ്ഥാനം അതിന് കൊടുത്തേ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ 2ാം സ്ഥാനം തീർച്ചയായിട്ടും മാവേലിക്കരയ്ക്കാണ്. കാരണം ഒരു പക്ഷേ എല്ലാവർക്കും അറിയാമായിരിക്കാം, എന്നിരുന്നാലും ഇവിടുത്തെ വളരെ പ്രഗത്ഭരായിട്ടുള്ള സംഗീതത്തിനായിരുന്നു മാവേലിക്കര രാമനാഥ സാർ. അദ്ദേഹത്തിൻ്റെ കച്ചേരികൾക്ക് ഞാൻ ക്ഷേത്രസന്നിധിയിൽ വന്ന് ധാരാളം വായിച്ചിട്ടുണ്ട്. മാവേലിക്കര രാമനാഥ സാർ കഴിഞ്ഞ അടുത്ത് മാവേലിക്കര പ്രഭാകരവർമ്മ സാർ, മാവേലിക്കര P. സുബ്രഹ്മണ്യം, മാവേലിക്കര പൊന്നമ്മ, മാവേലിക്കര ഗോപിനാഥ പ്രഭു ഉണ്ടായിരുന്നു. ഗോപിനാഥ പ്രഭു അല്ല ഗോപിനാഥ്. ഇത് കഴിഞ്ഞ് മാവേലിക്കര രാധേശ്വര, അതുപോലെ മൃദംഗ സെക്ഷനിലും വോക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലുമായിട്ട് ഒരുപാട് പ്രശസ്തരായ പേരെ സമ്മാനിക്കാൻ കർണാടക സംഗീത ലോകത്ത് നൽകാൻ സാധിച്ച ഒരു ജില്ലയാണ് മാവേലിക്കര ജില്ല. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം, അതും സംഗീത വിദ്യാലയം വളരെ ഡെവലപ്മെൻ്റായിട്ട് പ്രവർത്തിക്കേണ്ടത് സംഗീത ആസ്വാദകരുടെ മാത്രമല്ല നമ്മളുടെ എല്ലാവരുടെയും ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്കൂളിൻ്റെ അധ്യാപകരെ നേരത്തെ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ടായി. എല്ലാവരെയും എനിക്ക് അറിയുന്ന കൂട്ടത്തിലാണ്. തീർച്ചയായിട്ടും അടുത്ത് വരുന്ന അധ്യാപകരെ എല്ലാവരെയും പഠിപ്പിക്കാൻ വരുന്ന എല്ലാവരെയും നമുക്ക് അടുത്തറിയുന്ന കുട്ടികളാണ്. തീർച്ചയായിട്ടും അവരുടെ ഒരു നല്ല ഹാർദവമായ ഒരു പ്രവർത്തനം ഈ സ്കൂളിന് ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പാരമ്പര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത്രയും സംഗീത ആസ്വാദകർ ഉള്ള ഒരു സദസ്സ്, ഈ പാരമ്പര്യമുള്ളവരാണ് ഈ സംഗീത ആസ്വാദകർ ഇത്ര എത്തുന്നത്. കാരണം ഇപ്പോൾ ആർക്കും സമയമില്ല. ഇവിടെ ഇരിക്കുന്ന ആസ്വാദകരുടെ കണക്കെടുത്ത് നോക്കിയാൽ ഒരു നല്ല ശതമാനം പേര് ഒരു 60 വയസ്സിന് മുകളിലുള്ളവരായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ സംഗീത കച്ചേരി, കഥകളി, പ്രഭാഷണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യുവ മാത്രമല്ല, ഒരു നല്ല ഗുരുനാഥൻ മാത്രമല്ല, വലിപ്പം ചെറുപ്പം കൂടാതെ എല്ലാവരെയും സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന
മാനുഷിക മൂല്യങ്ങൾക്ക് വളരെ വില കൽപ്പിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയും കൂടെ ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ പഠിക്കുന്ന കാലം മുതൽ സാറാണ് എൻ്റെ ഗുരുനാഥനാണ്. പഠിക്കുമ്പോഴും സാറിന് ചില കച്ചേരിക്കെല്ലാം വായിക്കാൻ പോയി ചേർന്നിട്ടുണ്ട്. സാറോടൊപ്പം പോകുമ്പോൾ കുറച്ച് മാറിയേ നമ്മൾ നിൽക്കാറുള്ളൂ, അടുത്തിരിക്കാറുമില്ല. നമ്മൾ എത്ര ഡിസ്റ്റൻസ് ചെയ്ത് തന്നോ സാർ കൈപ്പിടിച്ച് കൂടെ കൊണ്ടുവന്ന് അടുത്തിരുത്തും. അത് മാത്രമല്ല, ഒരു കുട്ടി പാടുകയാണെങ്കിൽ കൂടെ പാടിക്കഴിഞ്ഞാൽ ഉടനെ സാർ അടുത്ത് ചെന്ന് നന്നായിരിക്കുന്നു, വളരെ നല്ല ഭാഗ്യമുണ്ട്, ആ കുട്ടിക്ക് ഒരു വലിയ സർട്ടിഫിക്കറ്റ് കിട്ടിയ പോലെയാണ് ആ ഒരു രീതി. ഈ ഒരു രീതിയാണ് സാറ് തുടർന്ന് കൊണ്ടുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണ് ശിഷ്യന്മാർക്ക് എല്ലാവർക്കും. ഏത് ശിഷ്യനോട് ചോദിച്ചാലും ഗുരുനാഥൻ കഴിഞ്ഞിട്ടേ ബാക്കി എല്ലാവർക്കും. അതേ മാതാപിതാ ഗുരു ദൈവം. അപ്പം അത്രയ്ക്ക് ശിഷ്യന്മാരുമായിട്ട് അടുപ്പം. അതുപോലെ സംഗീത കച്ചേരിക്ക് എനിക്ക് ഒരു അനുഭവം പറയാനുള്ളത് അതുകൂടെ പറയാം. കോട്ടയത്തെ ഒരു മഹാഗണപതി ക്ഷേത്രം. സാറിന് താമസം തിരുവനന്തപുരം എല്ലാവരും അറിയാം. സാറിൻ്റെ നമ്മൾ പ്രഭാകരൻ സാറിന് പറയുന്നത് എല്ലാവരും പെപ്പേനെന്നാണ് പറയുന്നത്, അതും അറിയാം എല്ലാവർക്കും. അദ്ദേഹം തിരുവനന്തപുരത്ത് താമസിച്ചത് തൊട്ടടുത്താണ് വർമ്മ ട്രാവൽസിൻ്റെ ഒരു പെട്രോൾ പമ്പ് ട്രാവൽസ്. ആ വർമ്മ ട്രാവൽസ് ഒരു ക്ഷേത്രം കോട്ടയത്ത് പണിതു, ഗണപതി ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ഇനോഗ്രേഷൻ പ്രതിഷ്ഠ നടന്ന അന്നേ ദിവസം വർമ്മ സാറിൻ്റെ ഒരു പരിപാടിയാണ് എന്ന് പറഞ്ഞ് അറേഞ്ച് ചെയ്തു. അപ്പോൾ സാറ് ദിവസവും നടന്നാണ് വിഷു പഠിച്ചത്. ബസ് കയറിയാണ് കോളേജിൽ പോകുന്നത്. ഈ പെട്രോൾ പമ്പിൻ്റെ മുമ്പിൽ കൂടെയാണ് സാറ് പോകുന്നത്. ആ പെട്രോൾ പമ്പിൻ്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ അദ്ദേഹം പരമേശ്വരൻ നായരാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇദ്ദേഹത്തോട് പറഞ്ഞു, നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനമാണ്, സാറ് വന്ന് പരിപാടി നടത്താനാണ് ചെയ്യാം. അപ്പോൾ സാധാരണ ഈ കച്ചേരികൾ തന്നെ പോകാറില്ല. കാരണം കച്ചേരിക്ക് പോയ ഇടയ്ക്ക് തുണ്ടു വരും, സിനിമാ പാട്ട് പാടണമെന്ന്. അതൊന്നും അദ്ദേഹത്തിന് അത്ര പറ്റിയ സ്വഭാവമല്ല, പറ്റിയ രീതിയല്ല, പാടുന്നുമില്ല, അതുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് എല്ലാ കച്ചേരിക്കും അധികം പോകുന്നില്ല. അത്യാവശ്യമുള്ള സെലക്റ്റായിട്ടുള്ള പ്രോഗ്രാമിനെ പോകുള്ളൂ. അപ്പോൾ ഇതേ പറഞ്ഞൊരു പരിപാടി വന്നു. സാർ ഏറ്റു, എനിക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് വാഹന സൗകര്യം വേണം തരാൻ. വർമാറ്റാസ് വലിയ ബസ് തരാം, ഏർപ്പെടുത്താമെന്ന് പറഞ്ഞു. കറക്റ്റ്. ഇപ്പോൾ വയലിന് എന്നെ ഏർപ്പെടുത്തി, മൃദംഗം വൈക്കം ഒരു സാറിനെ ഏർപ്പെടുത്തി, കോട്ടയം ഉണ്ണികൃഷ്ണൻ ഒരു ഘടകം, 3 പേരെ ഏർപ്പെടുത്തി. അപ്പോൾ അവർ ചന്തേ ചോദിച്ചു, സാർ എന്താ എമൗണ്ട് വേണ്ടത്? സാർ പറയില്ല. എന്നാലൊന്ന് പറയാൻ ഉദ്ദേശങ്ങൾ പറയാൻ ഇത്ര വേണം, അത് പറയില്ല. അതൊക്കെ തന്നാൽ മതി. കച്ചേരി അത് രാവിലെ നമ്മൾ പറഞ്ഞ് വീട്ടിൽ വരാൻ പറഞ്ഞു. ഞങ്ങളെല്ലാം 3 പേരും വീട്ടിലെത്തി. പോകാനായിട്ട് പോയി പമ്പിലോട്ട് ഇരുന്നു. ബട്ട് വലിയൊരു ബസ്സാണ്, ബസ്സിൽ കയറി കൊള്ളാൻ പറഞ്ഞു. ഞങ്ങൾ 3 പേരും കയറിയിരുന്നു. അപ്പോൾ സാറ് വിചാരിച്ചിരിക്കുന്നത് ഈ പമ്പിൽ നിന്ന് മറ്റ് സ്റ്റാഫുകൾ എല്ലാവരും ഉദ്ഘാടനത്തിന് വരുമല്ലോ എന്നാണ് സാറ് വിചാരിച്ചിരിക്കുന്നത്. ഡ്രൈവർ വണ്ടി എടുക്കാൻ തയ്യാറല്ല. അവർ വിചാരിച്ചത് പരിപാടിക്കാർ ഇനിയും വരാറുണ്ടെന്ന്. അവരും അങ്ങനെ പ്രതീക്ഷിച്ച് ഡ്രൈവർ നിൽപ്പുണ്ട്. വണ്ടി പുറപ്പെടുന്നില്ല. എന്താ ചോദിച്ചപ്പോൾ എല്ലാവരും വരട്ടെ, ആരാ വരാറുണ്ട്. അപ്പം സാറ് വിചാരിച്ചു അവിടെയുള്ള കേൾക്കാൻ വരുന്നവർ എവിടെ രക്ഷകർത്താക്കളൊക്കെ ആയിരിക്കും. അവർ വിചാരിച്ചു കച്ചേരിക്കാർ വേറെ ഇനി വരാറുണ്ട്. ആരുമില്ല, ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഈ 3 പേരുമായിട്ട് വണ്ടി മാറ്റാനുള്ള സംവിധാനം അവിടെ ഉണ്ടായില്ല. വർമ്മ ട്രാവൽസിൻ്റെ വലിയ ലക്ഷറി പേജ് ബസ് 3 പേരുമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വരെ 5 മണിക്കൂർ ഞങ്ങൾ അതിനകത്ത് ഇരുന്ന് കിടന്ന് ഓടിയും നടന്ന് 5 മണിക്കൂറോട് കോട്ടയത്തെത്തി. കച്ചേരി കഴിഞ്ഞു. കച്ചേരി കേൾക്കാൻ പെട്ടിട്ടുണ്ടായിരുന്നത് പുറമാളൂർ ജനാർദ്ദനെ അറിയാലോ, പുല്ലാങ്കുടി പ്രശ്നത്തിലാണ്. കലാപുരം രാമകൃഷ്ണൻ, കഥകളി, ഇവരൊക്കെ പെട്ടിൽ കേൾക്കാൻ വർമാസാറിൻ്റെ കച്ചേരിയൊക്കെ വന്നിരിക്കുക. കച്ചേരി കഴിഞ്ഞു, ആഹാരം കഴിഞ്ഞു. അവിടുത്തെ പരമേശ്വരൻ നായർ പറഞ്ഞ മുതലാളി ഒരു ബാഗുമായിട്ട് ഇതുപോലുള്ള ഒരു 100 രൂപ നോട്ട് കെട്ട് കുറേ ഉണ്ട് കയ്യിൽ, 2-3-4 കെട്ടുമായിട്ട്. സാർ എന്താ തരട്ടെ? സാർ പറയത്തില്ല. എന്നാലും എല്ലാവർക്കും സാർ ഒന്നും പറയത്തില്ല, ആർക്കും പറയട്ടെ. അവസാനം സാർ ഒന്നും വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ലേബർ അപ്പം നമുക്ക് തയ്പ്പം പറഞ്ഞ പോലെ വേണമെന്നുണ്ടായിരുന്നു കേട്ടോ. അതായിരുന്നു അതെല്ലാവരും പോലില്ല. ത്യാഗരാജസ്വാമികള് നിധിചാര സുഖമാ നിധി സേവ സുഖമായി പാടിയിട്ടുണ്ട്. രാമനി സന്നിധി സേവ സുഖമാന്ന് പാടിയിട്ടുണ്ട് ത്യാഗരാജസ്വാമികൾ. അദ്ദേഹത്തെ സൊസൈറ്റിയുടെ
കമ്മിറ്റിയുടെ പ്രസിഡന്റ്, കൂടിയിരിക്കുന്ന എല്ലാവർക്കും ആദ്യമായിട്ട് വിനീതമായ നമസ്കാരം. മാവേലിക്കരയിൽ വന്നിട്ടുണ്ട്, പല ചടങ്ങുകൾക്കും വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ചടങ്ങിന് വരുന്നത് ആദ്യമാണ്. വളരെ രണ്ട് കാര്യം പ്രത്യേകിച്ച് പറയണം എന്ന് ആഗ്രഹിക്കുന്നു. ഒന്ന്, മിക്കവാറും എല്ലാ കുടുംബത്തിലും ഒരു കുടുംബത്തിൻ്റെതായിട്ടുള്ളൊരു ഐക്കൺ അല്ലെങ്കിൽ ഒരു ബിംബം ഉണ്ടാവും. ആ ബിംബത്തിനെ നമ്മൾ കൊല്ലത്തിലൊരിക്കലെങ്കിലും ആദരിക്കുമ്പോൾ കുടുംബത്തിലുള്ള അംഗങ്ങൾക്കെല്ലാം ഒന്നിച്ചു ചേരാനും വളരെ സന്തോഷമായിട്ട് സമയം പങ്കിടാനായിട്ടും ഉള്ള ഒരു അവസരം ഉണ്ടാകും. അങ്ങനെ ഒരു അവസരം വളരെ നിഷ്കർഷയോടെ ചെയ്യുന്ന മാവേലിക്കര കുടുംബത്തിലെ അംഗങ്ങൾക്കും ഈ ട്രസ്റ്റിൻ്റെ അധികാരികൾക്കും ആദ്യമായിട്ടുള്ള വിനീതമായ നമസ്കാരം. പ്രശസ്ത സംഗീതജ്ഞനായ ശ്രീ മാവേലിക്കര പ്രഭാകരവർമ്മ, എല്ലാവരും സ്നേഹത്തോടെ ആദരവോടെ വിളിക്കുന്ന പെപ്പയണ്ണൻ, അദ്ദേഹത്തെ ഓർമ്മിക്കുന്ന ഒരു ചടങ്ങിൽ എത്തിച്ചേരാൻ ആദ്യമായിട്ടുള്ള ഒരു ചടങ്ങിൽ എത്തിച്ചേരാൻ സാധിച്ചതിലുള്ള സന്തോഷവും നിമിഷത്തെ ഉച്ചസ്ഥലം കരഘോഷത്തോടെ നാം സ്വീകരിക്കുക. സാറ് രണ്ട് വാക്ക് പറയാം. പ്രഭാകരവർമ്മ സാറ് 1949 ഗാനഭൂഷണം പാസ്സായി. അതിൻ്റെ അടുത്ത വർഷം തിരുവനന്തപുരത്ത് സ്വാതിനാഥ് സംഗീത സഭയിൽ സ്വാതിനാഥ് കൃതികൾ പാടി ഫസ്റ്റ് പ്രൈസ് കിട്ടിയ തമ്പുരാണ്. പ്രഭാകരവർമ്മ സാറിൻ്റെ ആദ്യത്തെ സ്വാതി പുരസ്കാരം. അതിൽ സ്വാതിനാഥിൻ്റെ അമ്പലമുണ്ട്. അത് അവിടെ ഉണ്ടാക്കിയിട്ടുള്ള സരസ്വതി വീണ ഫാക്ടറിയിൽ ഉണ്ടാക്കിയിട്ടുള്ള തമ്പുരുകളിൽ ഈ സ്വാതിനാഥിൻ്റെ എംബ്ലം പതിച്ചിരിക്കുന്നത് സംഗീത സഭയിൽ നിന്ന് കൊടുത്തതിന് മാത്രമേ ഉള്ളൂ. സ്വാതിനാഥ് സംഗീത സഭയിൽ നിന്ന് കൊടുത്തതിന് മാത്രമേ ഉള്ളൂ. ഇത് ഈ തമ്പുര വേറെ ആരുടെ അങ്ങനെ കൂടുതൽ സാറ് കൈമാറിയിട്ടില്ല. അത് വേറെ ആരും എടുത്താൽ ശരിയായില്ല. സാറ് പ്രത്യേക രീതിയിൽ അത് ശ്രുതി ചേർത്ത് കൊണ്ടുവയ്ക്കിരുന്നതാണ്. അപ്പോൾ ഏതാണ്ട് 1973 ഞാൻ 70 കോളേജ് പഠിക്കാൻ ചെന്നു. അത് കഴിഞ്ഞ് വർമ്മ സാറിൻ്റെ അടുത്തൊക്കെ പോകുന്നു പഠിക്കാൻ. അങ്ങനെ 73-74 ഞാൻ ഗാനപ്രവീണ ഫസ്റ്റ് ഇയർ ആയിരിക്കുമ്പോൾ ഞാനും സ്വാതിനാഥ് സംഗീത സഭയിൽ പാടി സ്വാതിനാഥ് കൃതികൾ അവതരിപ്പിച്ചൊരു ഫസ്റ്റ് പ്രൈസ് എനിക്ക് കിട്ടിയതാണ്. പക്ഷെ അന്ന് ഒരു തമ്പുരുവാണ് അതിൻ്റെ സമ്മാനമായിട്ട് കിട്ടേണ്ടത്. പെട്ടെന്ന് അവിടെ നിന്നുള്ള ആ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ്റെ സമയമായപ്പോഴത്തേക്ക് ഈ തമ്പുര പെട്ടെന്ന് ചെയ്തു തരാൻ സരസ്വതി വീണ ഫാക്ടറിയിൽ സൗകര്യം ഉണ്ടായില്ല. അതിന് പകരം എനിക്കൊരു ട്രാൻസിസ്റ്റർ റേഡിയോ എന്ന് തന്നു. ഇത് ഞാൻ പിന്നീട് വർമ്മ സാറിനെ സ്റ്റഡി ചെയ്തതാണ്. ഇത് പ്രഭാകരവർമ്മ സാറിന് ഭയങ്കര വിഷമമായി, എനിക്ക് തമ്പുരു കിട്ടാത്തത്. അന്ന് അദ്ദേഹം മനസ്സിൽ കുറിച്ചിട്ടതാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ ഗാനപ്രവീണ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞ അന്ന് 76 ഏപ്രിലിൽ സാറിൻ്റെ കൂടെ ഒന്നും വൈകുന്നേരം നടക്കാൻ പോകാറുണ്ട്. ഞാൻ സാറിനെ കൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം നടന്ന് തിരിച്ചു വരും. ആ പരീക്ഷ കഴിഞ്ഞ അന്ന്, പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞ അന്ന് സാർ Thank
വിയോഗശേഷം പെപ്പേണ്ണന്റെ സ്മാരകമാക്കി അത് മാറ്റി. അപ്പോൾ ഇന്നിവിടെ ഈ ചടങ്ങ് നടക്കുന്ന വിവരം അറിഞ്ഞുകൊണ്ട് ആ 75 വർഷം മുമ്പുണ്ടായിരുന്ന സരസ്വതി സംഗീത വിദ്യാലയത്തിൽ പെപ്പേണ്ണന്റെ ശിഷ്യനായിരുന്ന ഒരു ബഹുമാന്യ വ്യക്തി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. എൻ്റെ പേര് ഈശ്വരൻ നമ്പൂതിരി. എൻ്റെ കോളേജ് അധ്യാപകനായിട്ട് 2002 റിട്ടയർ ചെയ്ത ആളാണ്. ഇവിടെ ഈ സരസ്വതി സംഗീത വിദ്യാലയം എന്ന ഒരു സ്ഥാപനം മാവേലിക്കര പ്രഭാരവർമ്മ സാറ് തുടങ്ങിയിരുന്നു. ആ വിദ്യാലയത്തിൽ ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ, പൂർവ്വ വിദ്യാർത്ഥിയാണ്. 1955-57 കാലഘട്ടത്തിലൊക്കെയാണ് ഈ സ്ഥാപനത്തെ ഞാൻ പഠിച്ചിട്ടുള്ളത്. പ്രഭാരവർമ്മ സാറ് വിദ്യാലയത്തിൽ ചിലപ്പോഴൊക്കെ വരുമായിരുന്നു. അദ്ദേഹം ക്ലാസ് എടുത്തിട്ടില്ല. ക്ലാസ് എടുക്കുമായിരുന്നത് മണ്ണൂർ മഠം കൊട്ടാരത്തിലെ MRR വർമ്മ സാറായിരുന്നു. കൂടാതെ അദ്ദേഹത്തിന് അസൗകര്യം വരുമ്പോഴൊക്കെ ഉത്സവമഠം കൊട്ടാരത്തിൽ സരസ്വതി തമ്പുരാട്ടിയും ടീച്ചറിൻ്റെ ഒരു കസിൻ സിസ്റ്ററായ ചന്ദ്രിയ തമ്പുരാട്ടി, അവർ രണ്ടുപേരും മാറി മാറി ക്ലാസ് എടുക്കുകയായിരുന്നു. അങ്ങനെ ഏതാനും വർഷം ഈ പ്രഭാരവർമ്മ സാറിൻ്റെ വിദ്യാലയത്തിൽ പഠിക്കാനൊരു ഭാഗ്യമുണ്ടായ ഒരു വ്യക്തി എന്ന നിലയിൽ ഈ സന്ദർഭത്തിൽ ഈ വിദ്യാലയത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് വീണ്ടും കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനോടൊപ്പം നിൽക്കാനും എന്നെ കൊണ്ടാകാവുന്ന തരത്തിലുള്ള സഹായം ഈ പ്രസ്ഥാനത്തിന് നൽകാനും എനിക്ക് ഏറെ സന്തോഷമുണ്ട്. എല്ലാ ഭാവങ്ങളും പ്രഭാരവർമ്മ സാറിൻ്റെ പേരിലുള്ള സ്ഥാപനത്തിനും ഈ പ്രസ്ഥാനത്തിനും നേർന്നുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. വലിയ കൊട്ടാരം നിരവധി പ്രതിഭാധനർക്ക് ജന്മം നൽകിയ ഒരു കുടുംബമാണ്. അപ്പോൾ ആ പ്രതിഭാധനരെ അംഗീകരിക്കുകയും വരും തലമുറയ്ക്ക് ഒരു പ്രചോദനമാവുകയും ചെയ്യാൻ തക്കവണ്ണം എങ്ങനെ അവരെ ബഹുമാനിക്കാം എന്നുള്ള രീതിയിൽ മാവേലിക്കര വലിയ കൊട്ടാരം ശ്രീ ഗുരുവായൂരപ്പൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ആലോചിച്ച് നടപടികൾ എടുത്തു വരികയാണ്. അതിൻ്റെ ഭാഗമായാണ് മാവേലിക്കര വലിയ കൊട്ടാരത്തിൻ്റെ ഒരു സ്ഥിര പ്രോജക്റ്റായ സംഗീത സ്കൂൾ മാവേലിക്കര പ്രഭാകരവർമ്മ സ്മാരക സംഗീത വിദ്യാലയം എന്ന് നാമകരണം ചെയ്ത് നടത്തി വരുന്നത്. അത് ഏറെ നാളായി അങ്ങനെ നടന്നു വരികയാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് കോവിഡും അതിനുശേഷമുള്ള ചില പ്രതിസന്ധികളും മൂലം അതിൻ്റെ പ്രവർത്തനം കുറച്ച് മങ്ങിപ്പോയിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രശസ്ത മൃദംഗ അധ്യാപകനായ മുതുകുളം MS ശ്രീരാഗ്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പത്നി ശ്രീമതി ഭുവന ശ്രീരാഗ് വയലിനിസ്റ്റും വോക്കലിസ്റ്റുമാണ്. അവർ ഇരുവരും കൂടി അധ്യാപകരായി വന്നുകൊണ്ട് ഈ വിദ്യാലയത്തെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാനൊരു ശ്രമം നടക്കുകയാണ്. മാവേലിക്കര പ്രഭാകരവർമ്മയുടെ കുടുംബ ജന്മഗൃഹമാണിത്. അദ്ദേഹത്തിൻ്റെ കുടുംബ നാലുകെട്ടാണ് ഈ വിദ്യാലയത്തിന് വേദിയായി പ്രവർത്തിക്കുന്നത്. മാവേലിക്കര പ്രഭാകരവർമ്മയെക്കുറിച്ച് വലിയ പരിചയപ്പെടുത്തൽ ആവശ്യമില്ല. സംഗീത ലോകത്ത് വളരെയധികം ശിഷ്യസമ്പത്ത് പത്മശ്രീ ഡോക്ടർ യേശുദാസ് തുടങ്ങി ഡോക്ടർ ഓമനക്കുട്ടി, നെയ്യാറ്റിൻകര വാസുദേവൻ തുടങ്ങിയ പ്രശസ്തരുൾപ്പെടുന്ന ഒരു വലിയ ശിഷ്യസമ്പത്തിൻ്റെ ഉടമയാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ കർണാടക സംഗീതത്തിൻ്റെ അത്യുന്നത പുരസ്കാരമായ
സ്വാതി പുരസ്കാരം നേടിയിട്ടുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ 2008 അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞത്. അതിനുശേഷമാണ് ഈ വിദ്യാലയം അദ്ദേഹത്തിൻ്റെ നാമത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയത്. ഇന്ന് അതിൻ്റെ ഒരു വിപുലീകരണ ഉദ്ഘാടനമാണ് നടന്നിരിക്കുന്നത്. ഇനി കൂടുതൽ വലിയ തലത്തിലേക്ക് അതിൻ്റെ പ്രവർത്തനം കൊണ്ടുപോകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു.